സുഹൃത്തുക്കളെ, അപ്പോൾ അച്ചൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ 3 കിലോ അരി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കന് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. വേറെ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയും ഇഞ്ചും എല്ലാം ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി മുറിച്ച് കഴിഞ്ഞുകൊണ്ട് വന്ന് അപ്പോൾ നന്നായി വാട്ടിയെടുക്കണം. വീഡിയോ ഫുള്ളായി കണ്ടോരെ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയറാക്കി കൊടുക്കണം. ഓക്കെ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ആക്കിയേരി. അപ്പോൾ പിന്നെ ഇതൊരു സ്കൂളിലേക്കാണ്, വെള്ളൂർ ബഡ്സ് സ്കൂളിലേക്കാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അവിടെ ഒരു 16 കുട്ടികളുണ്ട്. പിന്നെ 2-3 ടീച്ചർമാർ, മാസ്റ്റർമാരെല്ലായിട്ട് ഇങ്ങനെ ഒരു 20 ആൾക്കാരുണ്ട്. അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നീക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാസ്റ്ററായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് നീക്കാർക്കും ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആൾക്ക് ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അല്ല, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി അതിലിട്ടിന് എണ്ണ വെച്ച് ഉള്ളിയിട്ട് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ നിങ്ങൾ വീഡിയോ എന്താക്കണോ, സ്കിപ്പ് ചെയ്യണ്ടാവില്ല. നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ ആ സ്കൂളിൽ എൻ്റെ മോളും പഠിക്കുന്നുണ്ട്, കിന്നിങ്കാർ ബഡ്സ് സ്കൂളിൽ. അപ്പോൾ എൻ്റെ മോളും അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ മാസ്റ്റർമാരോ ടീച്ചർമാരായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഏൽപ്പിക്കുക. ഓക്കെ, ഉണ്ടാക്കി കൊണ്ടായാൽ മതി. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുകൊടുത്താൽ മതി. ഉച്ചക്ക് 1 മണിയാകുമ്പോൾ അടുക്ക് എത്തിച്ചാൽ മതി. അല്ല, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയറാക്കി കൊടുക്കണം. ഫുള്ളായി കാണണം പോലെ വീഡിയോ. സുഹൃത്തുക്കളെ, ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ട എൻ്റെ സംസാരം കേട്ടിട്ട് പറഞ്ഞിട്ട് ഞാനൊരു മ്യൂസിക് ഇട്ട് പോയത്. ഉള്ളി ചെറുങ്ങനെ വാടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടിന്, 1 കിലോ തക്കാളി ഇട്ടിന്. എന്നിട്ട് അവിടെ മൂടിയിട്ട് വെച്ചിട്ട് ഒന്ന് നല്ല ഇതായിട്ട് ഫ്രൈ ആയിട്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു 2-3 പച്ചമുളക് ഇട്ടിന്. അപ്പോൾ എരിവ് കുറവാണാക്കിന്. എരിവൊന്നും ഇട്ടിട്ടില്ല. എരിവ് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്കല്ല, ചെറിയ പിള്ളേർക്കല്ല. അപ്പോൾ നമുക്ക് എരിവൊന്നും വലിയ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയ എരിവ് ഇട്ടോ.
ഇനി അതിലേക്ക് ഇതൊന്ന് എരിവ് ഒന്ന് എല്ലാം കുറച്ച് കിട്ടണേ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞമ്മ ഇഞ്ചി കുറച്ച് കുത്തിയ പൊടിയാക്കിയിട്ട് ഇട്ടിന്. പിന്നെ വെളുത്തുള്ളി അത്ര പിന്നെ മുളക് 2-3 മുറിച്ചിട്ട് മാത്രം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതൊന്ന് നല്ല ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ചോയല പോട്ട് അതെല്ലാം ഇതിൻ്റെ ആയിട്ട് മസാല ഇടാം. ചിക്കൻ മസാല, പിന്നെ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും, പിന്നെ കുറച്ച് കൊത്തമ്പരി മല്ലിപ്പൊടി. ഓക്കെ, മല്ലിപ്പൊടി അത്രയേ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക്, വേറെ മുളക് പൊടി അതൊന്നും ഇടുന്നില്ല. ഓക്കെ, അത്ര ഇട്ടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അത്ര ഇടുന്നുള്ളൂ. ഓക്കെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ പോയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ബോറടിക്കുന്ന കൊണ്ട് അറിഞ്ഞിട്ടൊരു മ്യൂസിക് ഇട്ടിട്ട് വന്നാലേ. അപ്പോൾ ഇത് നമ്മളെ വെള്ളം തളിച്ച് അരിയിട്ടതിന് ശേഷം ഇനി ബന്ധിട്ടായിട്ട് നമ്മൾ പരിപാടി നോക്കാം. അതല്ലേ, അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പറയേണ്ടെന്ന് ആവശ്യമില്ല അല്ല. അപ്പോൾ നിങ്ങൾ ടൈം പാസിന് നമ്മളെ വീഡിയോ ഇങ്ങനെ കാണുന്നതല്ലാണ്ട് അപ്പോൾ നിങ്ങൾ അറിയാത്ത ആളാരും ഇല്ല ഇതിൽ ബിരിയാണി ഉണ്ടാക്കാൻ അല്ല. അപ്പോൾ നിങ്ങൾ എന്താക്കണം, വീഡിയോ എല്ലാം കണ്ടിട്ട് ഷെയറാക്കി കൊടുക്കി, മൊത്തത്തിലൊന്ന് ഷെയറാക്കി വിടി, ഒന്ന് വീഡിയോ ഒന്ന് വൈറലായിട്ട് അല്ലേ. കാസർഗോഡ് ദം ബിരിയാണി എങ്ങനെയാണെന്നൊന്ന് അറിയട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയറാക്കി ലൈക്കാക്കി കമൻ്റാക്കി
അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ടാക്കി, അതേപോലെ ഇതിനൊന്ന് സപ്പോർട്ടാക്കി തരണമല്ലോ. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കി, മാക്സിമം സപ്പോർട്ടാക്കി. ഓക്കെ, അപ്പോൾ അത് അരിയെല്ലാം ഒട്ടിനി ഇനിയിപ്പോൾ തളിച്ചെങ്കിൽ ആയില്ലേ, പരിപാടി കഴിഞ്ഞില്ലേ ബിരിയാണിൻ്റെ, ഇത്രയല്ലേ ഉള്ളൂ. ഈ ബിരിയാണി എന്ന് പറയുന്നത് മാത്രം വലിയ പണിയൊന്നും ഉള്ള കാര്യമൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലേ, വീഡിയോ കണ്ടിട്ടൊന്നുമല്ല നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്, നിങ്ങളെ ഇഷ്ടത്തിനാണല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. എല്ലാവരും അങ്ങനെ നമുക്ക് എങ്ങനെ അറിയുന്നത് പോലെയല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ആക്കി കൊടുക്കണം. അല്ലേ, സുഹൃത്തുക്കളെ, ബിരിയാണിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞ്. ഇതിനൊന്ന് ദമ്മിട്ടാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾ ഈ ദമ്മിടുമ്പോൾ എന്താക്കി അറിയാം, നിങ്ങൾ മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക, വീഡിയോ ലൈക്കാക്കി. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ തരേണ്ട എന്താ അറിയാം, ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു ഷെയർ, ഇത്ര തന്നെങ്കിൽ നമുക്ക് നല്ല സമാധാനമായി. അതുപോലെ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല സമാധാനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അപ്പോൾ ബിരിയാണി നമ്മളത് പരിപാടി കഴിഞ്ഞ്, ഇനിയിപ്പോൾ ദമ്മിടുന്ന പരിപാടി മാത്രം. അപ്പോൾ അതിന് ആ ദമ്മിടുന്ന ഇടയിൽ നിങ്ങൾ ഇതെല്ലാം ആക്കിയാൽ ഷെയർ, കമൻറ്റ്, ലൈക്ക്, ഇത്ര തന്നെങ്കിൽ നമുക്ക് നല്ല സമാധാനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ദമ്മിട്ടായിട്ട് പരിപാടി കഴിഞ്ഞ് നമ്മളത് അതിന് കച്ചമ്പർ ആക്കിയാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്.